إن الحمد لله حمدا كثيرا طيبا مباركا فيه. الصلاة والسلام على رسوله الأنبياء والمرسلين وعلى من اتبعهم بإحسان إلى يوم الدين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. بسم الله الرحمن الرحيم. وضرب الله مثلا للذين آمنوا امرأة فرعون إذ قالت رب ابن لي عندك بيتا في الجنة ونجني من فرعون وعمله ونجني من القوم الظالمين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസികളെ, ജീവിതത്തിന്റെ സകല സമയങ്ങളിലും പ്രപഞ്ചനാഥനും സർവനിയന്താവുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങൾ സൂക്ഷിച്ചുകൊണ്ടും അംഗീകരിച്ചുകൊണ്ടും ജീവിതം മുന്നോട്ട് നയിക്കണമേ എന്ന് എന്നെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായിക്കൊണ്ട് മുത്തഖിയായി, മുഅ്മിനായി, മുവഹിദായി ജീവിച്ചു മരിക്കുവാൻ നാഥൻ നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഞാൻ ഇഷ്ടപ്പെടുന്ന എന്റെ കുടുംബത്തോടൊപ്പം സമാധാനമായി കഴിയാൻ ഈ ദുനിയാവിൽ ഒരു വീട് എന്നുള്ളത് ഏറെക്കുറെ എല്ലാവരുടെയും സ്വപ്നമാണ്, ആഗ്രഹമാണ്. ആ വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ, അത് സഫലമാക്കാൻ എത്ര കഷ്ടപ്പെടാനും എത്ര ത്യാഗം ചെയ്യാനുമൊക്കെ നമ്മൾ തയ്യാറാകാറുണ്ട്. നമ്മൾ എത്ര കഷ്ടപ്പെട്ട് തന്നെ എത്ര വലിയ വീട് പണിതുയർത്തിയാലും, ആഡംബര വീടുകൾ നിർമ്മിച്ചാലും അതൊന്നും ഈ ദുനിയാവിൽ ശാശ്വതമല്ല എന്നും ഒരു ദിവസം അത് എനിക്ക് നഷ്ടപ്പെടുമെന്നും അതല്ലെങ്കിൽ അതിന്റെ അവകാശികൾ മാറും എന്നും നമുക്കറിയാം. ഒന്നുകിൽ ഒരു പ്രകൃതിക്ഷോഭത്തിലോ അല്ലെങ്കിൽ തന്റെ മരണത്തോടെയോ അത് എനിക്ക് നഷ്ടപ്പെടുന്നുണ്ടെന്നുള്ളത് നമുക്കൊക്കെ അറിയാം. ഈ ഒരാഴ്ചയിൽ നമ്മളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന, കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്ത അമേരിക്കയിലെ ലോസ് ആഞ്ചലസിലും കാലിഫോർണിയയിലുമൊക്കെ പടർന്നു പിടിക്കുന്ന കാട്ടുതീയെ സംബന്ധിച്ചാണ്. പടർന്നു പിടിക്കുകയാണ് തീ. ധാരാളം വീടുകൾ, അല്ലെ, വീടുകൾ അഗ്നിക്കിരയായിക്കൊണ്ടേയിരിക്കുന്നു. അത് അവർക്ക് ഒരുപാട് ആളുകൾക്ക് അവരുടെ വീടുകൾ നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒരു പ്രകൃതിക്ഷോഭത്തിലോ, ഇപ്പൊ മുമ്പ് വയനാടിൽ നിന്ന്, അതിനു മുൻപ് നിലമ്പൂരിൽ നിന്നും കവളപ്പാറയിൽ നിന്നുമൊക്കെ, അല്ലെ, ചില ചിത്രങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ മായാതെ കിടക്കുന്നുണ്ട്. പുതിയ വീട്, ഒരു പുതിയ വീട്. ഇപ്പോൾ ഞങ്ങളൊക്കെ ആ സ്ഥലം സന്ദർശിച്ചപ്പോൾ ആ വീട് ഇങ്ങനെ കാണുന്നുണ്ട്, ചെരിഞ്ഞു കിടക്കുന്ന ഒരു വീട്, പുതിയ ഒരു വീട്. അപ്പോ ആ വീട്ടിൽ താമസിച്ച് കൊതി പോലും തീർന്നിട്ടുണ്ടാവില്ല എന്നുള്ളത് ഉറപ്പാണ്.
അത്ര പുതിയൊരു വീട് വളരെ പെട്ടെന്ന് അവർക്ക് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ദുനിയാവിൽ എത്ര കണ്ട് എത്ര വലിയ അല്ലെങ്കിൽ ചെറുത് അല്ലെങ്കിൽ നമ്മൾ ത്യാഗം സഹിച്ചത്, വളരെയധികം പ്രയാസപ്പെട്ടത്, അങ്ങനെയൊക്കെ ഇഷ്ടത്തോടെ ഉണ്ടാക്കിയ വീടുകളാണെങ്കിലും നമുക്കത് നഷ്ടപ്പെടുന്ന ഒരു ഘട്ടം വരാനുണ്ട് എന്നാണ്. എന്നാൽ ഒരിക്കലും നശിക്കാത്ത ഒരു വീടുണ്ടാക്കാൻ, സ്വർഗത്തിലെ ഒരു ഭവനത്തിന് വേണ്ടി നമ്മൾ എത്ര കണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്, ശ്രമിക്കാറുണ്ട്. അത് നേടിയെടുക്കാൻ ഒരുപാട് വഴികൾ, ചിലതൊക്കെ വളരെ എളുപ്പ വഴികളായി പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ചെലവഴിക്കുന്ന ലക്ഷങ്ങളോ കോടികളോ അല്ലെങ്കിൽ അത്ര വലിയ അധ്വാനമോ ഒന്നും ഇല്ലാതെ തന്നെ, അത്ര റിസ്ക് ഇല്ലാതെ സ്വർഗത്തിലെ ഒരു വീട് നമുക്ക് വിശ്വാസികൾക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ എന്തൊക്കെയോ ത്യജിക്കാൻ, പലതും സഹിക്കാനൊക്കെ തയ്യാറായതുപോലെ അതിന്റെയൊക്കെ ഒരു പകുതി ശ്രദ്ധയുണ്ടായാൽ ഇതും വളരെ എളുപ്പത്തിൽ നമുക്ക് സ്വായത്തമാക്കാൻ സാധിക്കുമെന്നാണ് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, ഹദീസുകൾ നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ ആമുഖമായി ഓതി വെച്ച വചനം അഹങ്കാരിയായ ഫിർഔനിന്റെ സ്വാലിഹത്തായ ഭാര്യ ആസിയ ബീവി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. സൂറത്തു തഹരീം 11-ാമത്തെ വചനത്തിൽ നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയും. അള്ളാഹു ഒരു ഉദാഹരണം ഇതാ വിവരിക്കുന്നുണ്ട്. ലില്ലദീന ആമനു, വിശ്വാസികൾക്ക് വേണ്ടി. വിശ്വാസികൾക്ക് വേണ്ടി അള്ളാഹു ഉദാഹരിക്കുന്നത് അവിശ്വാസിയായ, കൊടിയ ക്രൂരനായ, അഹങ്കാരിയായ ഫിർഔനിന്റെ ഭാര്യയാണ്. ഇമ്രഅത ഫിർഔൻ, ഫിർഔനിന്റെ ഭാര്യ. ഇത് ഖാലത്ത്, അവൾ പ്രാർത്ഥിച്ച സന്ദർഭം, റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന, അല്ലാഹുവേ സ്വർഗ്ഗത്തിൽ നിന്റെ അടുക്കൽ ഒരു ഭവനം എനിക്ക് നീ നിർമ്മിച്ചു നൽകണമേ നാഥാ. വനജ്ജിനി മിൻ ഫിർഔന വഅമലിഹി, ഫിർഔനിൽ നിന്നും അവന്റെ കൊടിയ ക്രൂര പ്രവർത്തനങ്ങളിൽ നിന്നും നീ എന്നെ കാത്തു രക്ഷിക്കണമേ, എന്നെ രക്ഷപ്പെടുത്തണമേ. വനജ്ജിനി മിനൽ ഖൗമി ളാലിമീൻ, ഈ ധിക്കാരികളായിട്ടുള്ള, അക്രമികളായിട്ടുള്ള ആളുകളിൽ നിന്നും എന്നെ നീ രക്ഷപ്പെടുത്തണമേ എന്ന പ്രാർത്ഥന. അപ്പൊ നമ്മുടെ പൂർവികരായിട്ടുള്ള ആളുകൾ അല്ലേ, അവരൊക്കെ സ്വപ്നം കണ്ടിരുന്നതും പ്രാർത്ഥിച്ചിരുന്നതും സ്വർഗത്തിലെ ഭവനം സ്വപ്നം കണ്ടുകൊണ്ടായിരുന്നു, അത് ആഗ്രഹിച്ചുകൊണ്ടായിരുന്നു എന്നാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ വലിയ ശ്രദ്ധയും ചെറിയ ചില പ്രവർത്തനങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് നേടിയെടുക്കാം. അപ്പൊ ചില പ്രവർത്തനങ്ങൾ നമുക്കൊന്ന് നോക്കാം. അതിലൊന്ന് തഖ്വയാണ്. ഏറ്റവും കൂടുതൽ ആളുകളെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന, എത്തിക്കുന്ന പ്രവർത്തനമാണ് തഖ്വ എന്നത്, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ടുള്ള ജീവിതം. ഖുർആൻ പറയുന്നു, ലാകിനില്ലദീന തഖൂ റബ്ബഹും ലഹും ഗുറഫും മിൻ ഫൗഖിഹാ ഗുറഫും മബ്നിയത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ വഅദല്ലാഹി ലാ യുഖ്ലിഫുല്ലാഹുൽ മീആദ്. സൂറത്തു സുമറിന്റെ 20-ാമത്തെ വചനമാണ്. എന്താ പറയുന്നത്? ലാകിനില്ലദീന തഖൂ റബ്ബഹും, പക്ഷേ തന്റെ രക്ഷിതാവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് ലഹും ഗുറഫും മിൻ ഫൗഖിഹാ ഫൗഖ ഗുറഫ്, അവർക്ക് മേൽക്കുമേൽ തട്ടുകളായി നിർമ്മിക്കപ്പെട്ട മണിമേടകളുണ്ട്, മണിമാളികകളുണ്ട്. തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, അവയുടെ താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്നുണ്ട്. വഅദല്ലാഹ്, ഇത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്, ഉറപ്പാണ്. ലാ യുഖ്ലിഫുല്ലാഹുൽ മീആദ്, അള്ളാഹു കരാറ് ലംഘിക്കുകയില്ല. അല്ലേ, മനുഷ്യന്മാരായിട്ട് നമ്മൾ ഇടപെട്ടാൽ ചിലപ്പോൾ കരാറൊക്കെ ലംഘിക്കും, എന്നെ പറ്റിച്ചതാണ്, വഞ്ചിച്ചത്, ഞാൻ വെറുതെ പറഞ്ഞതൊക്കെ പറയും. ഇത് ഖുർആനാണ്, ഇത് സത്യമാണ്, അള്ളാഹുവിന്റെ ഉറപ്പാണ്. അപ്പോ ദോഷബാധയെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ചാൽ അവർക്കുള്ളതാണ് സ്വർഗത്തിൽ തട്ടുകളായി നിർമ്മിക്കപ്പെട്ട മണിമാളികകൾ എന്ന് സൂറത്തു സുമറിന്റെ 20-ാമത്തെ വചനത്തിലൂടെ പറയാണ്. ഇനി രണ്ടാമത്തെ ആളുകൾ ക്ഷമ കൈക്കൊള്ളുന്ന ആളുകളാണ്. അപ്പൊ ക്ഷമ എന്നുള്ളത് ഇസ്ലാം വളരെയധികം പ്രോത്സാഹിപ്പിച്ച ഒരു സ്വഭാവ ഗുണമാണ്, നമുക്കറിയാം. ഏത് ഘട്ടത്തിലും ക്ഷമ മുറുകെ പിടിക്കണമെന്നും നമ്മോട് പറഞ്ഞിട്ടുണ്ട്, അല്ലെ? സൂറത്തുൽ ഫുർഖാനിൽ അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരെ പറ്റി, പരമകാരുണികന്റെ യഥാർത്ഥ അടിമകളുടെ ഗുണവിശേഷങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക്, ഇബാദുർ റഹ്മാന്റെ ഗുണവിശേഷങ്ങൾ പറഞ്ഞതിന്റെ അവസാനമായി അവർക്ക് ലഭിക്കുന്ന ഒരു നേട്ടത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഉലൈക യുജ്സൗനൽ ഗുർഫത ബിമാ സ്വബറു വയുലഖൗന ഫീഹാ തഹിയ്യതൻ വസലാമ. സൂറത്തുൽ ഫുർഖാൻ 75-ാമത്തെ വചനം.
അവർക്കും സ്വർഗത്തിലെ റൂമുകളെ പറ്റി, വീടുകളെ പറ്റി അവർ ക്ഷമിച്ചതിന്റെ ഫലമായിട്ട് അവർക്ക് ലഭിക്കും എന്ന് ഖുർആൻ നൽകുന്ന ഉറപ്പാണ്. അപ്പോ ഒന്നാമതായി പറഞ്ഞത് തഖ്വയോടുകൂടി ജീവിച്ച ആളുകൾ. രണ്ടാമതായി പറയുന്നത് നല്ല ക്ഷമാശീലർ അല്ലെ. ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോഴും, എന്തൊക്കെ പ്രയാസം ബുദ്ധിമുട്ട് വരുമ്പോഴും ക്ഷമിക്കാൻ കഴിയുന്ന ഒരു വിശ്വാസിക്ക് സ്വർഗത്തിൽ വീടുണ്ട് എന്നുള്ളതാണ്. മൂന്നാമതായി നല്ല സംസാരത്തിന്റെ ഉടമ. ഇത് ഒരു ഹദീസിൽ പറഞ്ഞതാട്ടോ. 2-3 കാര്യങ്ങൾ. നല്ലത് സംസാരിക്കുന്ന ഒരാൾ. മറ്റൊന്ന് പാവപ്പെട്ടവരോ മിസ്കീനോ യതീമോ അല്ലെങ്കിൽ വിശക്കുന്നവനോ ആയിട്ടുള്ള ഒരാളെ ഭക്ഷിപ്പിക്കുന്ന ഒരാൾ. മറ്റൊന്ന് നോമ്പ് നോൽക്കുന്ന അല്ലെ, നോമ്പ് സ്ഥിരമാക്കിയ ഒരാൾ എന്ന് പറഞ്ഞാൽ ഫർദ് നോമ്പ് മാത്രമല്ല, ഇടക്കിടക്ക് സുന്നത്ത് നോമ്പുകൾ, പ്രവാചകൻ പഠിപ്പിച്ച നോമ്പുകളൊക്കെ സ്ഥിരമാക്കിയ ഒരാൾ. മറ്റൊന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയത് രാത്രി നമസ്കാരം മുറ പോലെ നിർവഹിക്കുന്ന ഒരാൾ അല്ലെ. രാത്രി നമസ്കാരം എന്ന് പറഞ്ഞാൽ തഹജ്ജുദ് അല്ലെങ്കിൽ ഖിയാമുൽ ലൈൽ നമസ്കരിക്കുന്ന ഒരാൾ. ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം നമുക്ക്. قال النبي صلى الله عليه وسلم إن في الجنة غرفا ترى ظهورها من بطونها وبطونها من ظهورها. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സ്വർഗ്ഗത്തിൽ ചില മുറികളുണ്ട്, ചില റൂമുകളുണ്ട്. അതിന്റെ അകത്ത് നിന്ന് നോക്കിയാൽ പുറംഭാഗം നിങ്ങൾക്ക് കാണാം, പുറത്തു നിന്ന് നോക്കിയാൽ അതിന്റെ അകംഭാഗവും ഉള്ളും നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാം. എന്ന് പറഞ്ഞാൽ ഒരു സ്ഫടിക സമാനമായി അങ്ങോട്ടും ഇങ്ങോട്ടും ദൃശ്യമാകുന്ന അതിവിശിഷ്ടമായ ചില റൂമുകൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരികയാണ്. ഇതിങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോ ഒരു അഅറാബി സദസ്സിൽ നിന്ന് എഴുന്നേറ്റു. ഫഖാമ അഅറാബിയുൻ ഫഖാല, അദ്ദേഹം ചോദിക്കാണ്, നബിയെ ലിമൻ ഹിയ യാ റസൂലല്ലാഹ്, ആർക്കാണ് ഇത്ര മനോഹരമായ റൂമുകൾ ഉള്ളതെന്ന് ആ വ്യക്തി ചോദിക്കുകയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതിവചിച്ചത് ഇങ്ങനെയാണ്. അപ്പൊ നമ്മൾ നേരത്തെ എണ്ണിയ ചില പ്രത്യേക വിഭാഗം ആളുകൾ എണ്ണി കൊടുത്തു. അതിലൊന്ന് ലിമൻ അത്വാബൽ കലാം, സംസാരം നന്നാക്കിയ ഒരാൾ. എന്ന് പറഞ്ഞാൽ ശുദ്ധ ഭാഷ സംസാരിക്കുന്ന ഒരാളല്ല അല്ലെ. നല്ല മലയാളം, നമ്മളെ മലപ്പുറത്തെ മലയാളം കുറച്ച് മോശമായിട്ട് തോന്നുക, വേറെ മലയാളം കുറച്ച് ഭാഷ ശുദ്ധമാക്കി സംസാരിക്കുക, അതല്ല. എന്റെ സംസാരത്തിൽ ഇസ്ലാം നിഷ്കർഷിക്കുന്ന രൂപത്തിൽ ആ സംസാരത്തെ ഭംഗിയാക്കുക, അതാണ്. എന്ന് പറഞ്ഞാൽ കളവില്ലാതെ, വഞ്ചനയില്ലാതെ, പരിഹാസമില്ലാതെ, പൊങ്ങച്ചമില്ലാതെ, ആഭാസത്തരങ്ങളില്ലാതെ അങ്ങനെ സംസാരിക്കുന്ന ഒരു വിശ്വാസി അവന് സ്വർഗത്തിൽ ഭവനമുണ്ട് എന്നാണ്. അതാണ് നല്ലത് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ. ഞാൻ സുദീർഘമായി വിശദീകരിക്കുന്നില്ല, നമുക്കറിയാലോ. മറ്റൊന്ന് ഒരാളെ ഭക്ഷിപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, ഇഷ്ടം പോലെ ഭക്ഷിക്കുന്ന ആൾക്കാരല്ലേ നമ്മൾ ആണ്. ഒരു ദിവസം എത്ര നേരം നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്? കൃത്യമായി എണ്ണി വെച്ച കുറെ നേരമുണ്ട്. അതല്ലാത്ത സമയങ്ങളിലും ചിലതൊക്കെ നമ്മൾ കഴിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ എത്ര ആളുകൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ, കണ്ട ആളുകൾക്കൊക്കെ വരിടാ എന്ന് പറഞ്ഞാൽ ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്നതല്ല. പക്ഷെ വിശക്കുന്ന ഒരാൾ, പ്രയാസപ്പെടുന്ന ഒരാൾ, വഴിപോക്കൻ, യാത്രക്കാരൻ, ബുദ്ധിമുട്ടുന്ന ഒരാൾ, അങ്ങനെയൊക്കെ അവരൊക്കെ കാണുമ്പോൾ കേവലം 2 റുപ്യ എടുത്ത് ഒഴിവാക്കാതെ അവർക്ക് വിശക്കുന്നുണ്ടോ നോക്കിയിട്ട് ഒരാൾക്ക് ഒരു നേരത്തെ ഭക്ഷണം വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞാൽ അത് ഏറ്റവും നല്ല ഒരു വിശ്വാസിയുടെ ഏറ്റവും നല്ല ഗുണമായിട്ട് എണ്ണുകയാണ്. എന്നിട്ട് ആ കൊടുക്കുന്ന ഭക്ഷണത്തിന്റെ പ്രതിഫലം എന്താ പറഞ്ഞത്? സ്വർഗത്തിൽ ഒരു ഭവനമുണ്ട്. അതെ, കേവലം ഒരു നേരത്തെ ഭക്ഷണം അല്ല, നമുക്ക് ഉറപ്പാണല്ലോ. എന്ന് പറഞ്ഞാൽ അതൊരു ശീലമാക്കി കൊണ്ടു നടക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിലുണ്ട്, നമ്മുടെ സുഹൃത്തുക്കളിലുണ്ട്, നമ്മുടെ ബന്ധങ്ങളിലുണ്ട്. നിങ്ങൾക്കറിയൂലേ, നമ്മൾ ചില വീടുകളിലൊക്കെ പോയാൽ അവരെന്ത് ചെയ്യും അല്ലെ, ഭക്ഷണം കഴിപ്പിക്കാതെ നമ്മളെ വിടൂല. അങ്ങനത്തെ ചില കുടുംബ ബന്ധങ്ങൾ നമുക്കില്ലേ, സുഹൃത്തുക്കളില്ലേ, ഭക്ഷണം നൽകുന്നതിൽ താല്പര്യം കാണിക്കുന്നവരില്ലേ? ഉണ്ട്. ആ ഒരു സ്വഭാവം വളരെ മഹത്തരമായ ഒന്നായി നമ്മുടെ ദീൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്ന അല്ലെ, അത് നല്ലോണം ഭക്ഷണം കഴിക്കാൻ കഴിവും പ്രാപ്തിയുള്ള ഒരാൾക്ക് അല്ലേ. നമ്മൾ സാധാരണ അങ്ങനെയാണ്, നമുക്കൊരു ഗ്യാങ് ഉണ്ടാവും അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാവും, എല്ലാവർക്കും നല്ല ശമ്പളവും എല്ലാവർക്കും നന്നായി ഭക്ഷണം കഴിക്കാൻ കഴിവും മികവും ഒക്കെ ഉള്ള ആളുകൾ അവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഭക്ഷണം കഴിക്കുക, അവരുടെ ബില്ല് കൊടുക്കുക. അല്ല, അതിന്റെ അപ്പുറത്ത് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും, ഇത് പ്രയാസപ്പെടുന്നവരാണ് എണ്ണിയിട്ടുള്ളത്, മിസ്കീനാണ്, അഗതിയാണ്, അല്ലെങ്കിൽ നമ്മുടെ ബന്ധങ്ങളിൽ തന്നെ നമുക്ക് അല്ലെ കണ്ട അല്ലെങ്കിൽ അത്യാവശ്യം വലിയ വിഭവങ്ങളൊന്നും ഇല്ലാത്ത
ആളുകൾ അവർക്ക് വിഭവസമൃദ്ധമായിട്ടുള്ള ഒരു സദ്യ അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നത് പുണ്യമാണ്. സ്വർഗത്തിൽ ഒരു ഭവനം ലഭിക്കുന്ന അത്ര വലിയ സൽക്കരമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മൂന്നാമത്തെ ഒരു സംഗതി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നോമ്പ് സ്ഥിരമാക്കിയവൻ. അപ്പൊ ഉറപ്പാണ് അത് റമദാനത്തെ നോമ്പല്ല, കാരണം അത് ഫർളാണല്ലോ, അതെല്ലാവരും നിർവഹിക്കേണ്ട ഒന്നാണല്ലോ. അല്ലാതെ പഠിപ്പിക്കപ്പെട്ട സുന്നത്തായ കുറെ നോമ്പുകളുണ്ട്. തിങ്കളും വ്യാഴവും നോമ്പുകൾ അല്ലേ, ഒരു മാസത്തിലെ 13, 14, 15 അയ്യാമുൽ ബീദിന്റെ നോമ്പുകൾ, പിന്നെ മുഹറത്തിലെ അല്ലേ നോമ്പുകൾ, താസുആ, ആശുറ, ഇതൊക്കെ അറഫ നോമ്പ്, ഇങ്ങനെ പഠിപ്പിക്കപ്പെട്ട സുന്നത്ത് നോമ്പുകൾ. അതൊന്നും മിസ്സാവാതെ ചൊവ്വാൽ 6 നോമ്പ്, ഇങ്ങനെ തുടങ്ങിയ സുന്നത്തായ നോമ്പുകളൊക്കെ സ്ഥിരമായി ചെയ്യുന്ന ആളുകൾക്ക് അവർക്കും സ്വർഗത്തിൽ ഒരു ഭവനമുണ്ട് എന്നാണ് അവസാനമായി പറഞ്ഞത് ആ ഹദീസിൽ. ആളുകളൊക്കെ ഇങ്ങനെ കിടന്നുറങ്ങുമ്പോ രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കുന്ന ചില ആളുകളുണ്ട്, അവർക്കും സ്വർഗത്തിൽ ഒരു വീടുണ്ട് എന്നാണ്. രാത്രി എല്ലാവരും കിടന്നുറങ്ങുമ്പോഴേ ഒന്നുറങ്ങി എഴുന്നേറ്റ്, അത് വല്ലാത്ത താല്പര്യമാണല്ലോ അല്ലെ. ഞാൻ എന്റെ ഉറക്കം ഒഴിവാക്കിയിട്ട് രാത്രി എഴുന്നേറ്റ് എനിക്ക് നമസ്കരിക്കാൻ കഴിയുന്നുണ്ട് എങ്കിൽ അതിന് സ്വർഗത്തിലെ ഭവനം, സ്വർഗത്തിലൊരു വീടാണ് അള്ളാഹു പ്രതിഫലമായി നിശ്ചയിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, മറ്റൊന്ന് പള്ളി നിർമ്മാണമാണ്. ഒരു വ്യക്തി നിർവഹിക്കുന്ന ദാനധർമ്മങ്ങളിൽ അതിമഹത്തായ കർമ്മമാണ് പള്ളി നിർമ്മാണം എന്നുള്ളത്. അള്ളാഹുവിന് വേണ്ടി ഒരു ഭവനം ഈ ദുനിയാവിൽ നിർമ്മിക്കുക, മരണത്തിന് ശേഷവും പ്രതിഫലം ലഭിക്കുന്ന കർമ്മമായിട്ട് അല്ലെ. നിലനിൽക്കുന്ന ജാരിയായ സദഖകളുടെ കൂട്ടത്തിൽ ഒന്നാമതായിട്ട് എണ്ണിയത് പള്ളിയാണ്. കാരണം ആ പള്ളി നിലനിൽക്കുന്നിടത്തോളം കാലം എത്രയാളുകൾ അവിടെ വന്ന് നമസ്കരിക്കുന്നുവോ, സുജൂദ് ചെയ്യുന്നുവോ, അതിന്റെ ഒക്കെ പ്രതിഫലം ആ മനുഷ്യനിലേക്ക് അവർക്കൊട്ടും കുറയാതെ തന്നെ അവരിലേക്ക് എത്തിച്ചേരുന്നതാണ്. ആ വ്യക്തി മരണപ്പെട്ടാലും ആ ഖബറിലേക്ക് എത്തിച്ചേരും. ഒരു ഹദീസിൽ കാണാം, നിങ്ങൾ ആ ദാനം ചെയ്യുന്നത് വളരെ ചെറുതാണെങ്കിലും അല്ലെ, ഒരു ചെറിയ പള്ളിക്കുള്ള എന്താ പറയാ ഒരു സംഭാവനയാണെങ്കിലും ശരി, അതിന്റെയും പ്രതിഫലം നിങ്ങൾക്കുണ്ട്. അവർക്കും അവിടെ ഭവനമുണ്ട്, സ്വർഗത്തിൽ ഭവനമുണ്ട്. മൻ ബനാ മസ്ജിദൻ ബനല്ലാഹു ലഹു മിസ്ലഹു ഫിൽ ജന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആരെങ്കിലും അല്ലാഹുവിന് വേണ്ടി ഒരു പള്ളി ഇവിടെ നിർമ്മിച്ചാൽ അവന് തത്തുല്യമായ രൂപത്തിൽ ഒരു ഭവനം സ്വർഗത്തിൽ അല്ലാഹു നിർമ്മിച്ചു കൊടുക്കുമെന്നാണ് പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവർ, ഇതൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നത് ഇതിലൊക്കെ നമ്മുടെ ശ്രദ്ധയും ജാഗ്രതയും ഒക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ പള്ളികൾക്കും പള്ളിയുടെ ആവശ്യങ്ങൾക്കുമൊക്കെ നമ്മൾ ചെലവഴിക്കുന്ന സമ്പത്ത് അല്ലെ, ദാനധർമ്മം, അതൊരിക്കലും നഷ്ടമാകൂല, ഒരു കുറവും നമുക്ക് വരുത്തൂല എന്നുള്ളതിൽ നിന്നൊക്കെ നമുക്ക് ബോധ്യപ്പെടുന്ന സംഗതിയാണ് പ്രിയപ്പെട്ടവരെ. അപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങൾ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ഒരു ഭവനം നമുക്ക് നേടിത്തരാൻ പരിശുദ്ധ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഇനിയും ചില കാര്യങ്ങളൊക്കെയുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളിലൊക്കെ നമ്മുടെ സജീവമായ ശ്രദ്ധ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഉണർത്തുന്നത് അല്ലെ. ഒരു സാധുവിന് ഭക്ഷണം വാങ്ങിക്കൊടുക്കുക വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. ഇടക്കൊക്കെ അതിൽ നമുക്ക് വലിയ സന്തോഷം ഉണ്ടാവുന്നുള്ളതാണ് അല്ലെ. നോമ്പിന്റെ വിഷയത്തിൽ ശ്രദ്ധ, നമ്മുടെ സംസാരത്തിന്റെ വിഷയത്തിൽ അല്ലെങ്കിലേ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഏറ്റവും നല്ല രൂപത്തിൽ സംസാരിക്കാൻ ക്ഷമ അല്ലെ. ആ ക്ഷമ നശിക്കുന്ന പല സന്ദർഭങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരും. എങ്കിൽ പോലും ഒരു വിശ്വാസി എന്ന നിലയിൽ അവിടെയൊക്കെ ക്ഷമിക്കാൻ കഴിയുക, ക്ഷമ അവലംബിക്കാൻ കഴിയുക, അതുപോലെ തന്നെ പരമാവധി തഖ്വയോടുകൂടി ജീവിക്കാൻ കഴിയുക. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ അള്ളാഹു ഓഫർ ചെയ്ത സ്വർഗത്തിലെ വീടും റൂമുകളും ഒക്കെ നമുക്കും നേടിയെടുക്കാൻ സാധിക്കും. അള്ളാഹു നമ്മെ എല്ലാം അതിന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നൽ ഹംദലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ മൻ ഇത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ഊസീകും വഇയ്യായ സാനിയൻ ബിതഖ്വല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്.
ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഹദീസുകളിലൊക്കെ കാണാൻ കഴിയും. അതിലൊന്ന് റവാത്തിബ് സുന്നത്തുകളാണ്. നമ്മളൊക്കെ ചെയ്യുന്ന കാര്യം തന്നെ കേട്ടോ. പക്ഷെ അത് ഈ മോഹവും ഈ ആഗ്രഹവുമായിട്ടും ഈ നല്ല നിയ്യത്തൊക്കെ ആയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയണം. ഒരു യാന്ത്രിക പ്രവർത്തനം എന്നതിനപ്പുറത്ത് ഇപ്പൊ പള്ളിയിൽ വന്ന് നമ്മൾ നിസ്കരിക്കുന്നുണ്ട്. സുബഹിന് മുമ്പുള്ള 2 റക്അത്തും ളുഹറിന് മുമ്പും ശേഷമുള്ള റക്അത്തുകളും മഗ്രിബിനും ശേഷവും ഇശാഇന് ശേഷവും ഒക്കെ ഉള്ള റവാത്തിബ് സുന്നത്തുകൾ നമ്മൾ നിർവഹിക്കാറുണ്ട്. പക്ഷെ ഈ സ്വർഗത്തിലെ ഭവനം കിട്ടണം, ആ റൂം എനിക്ക് സ്വന്തമാക്കണം എന്നുള്ള അമിതമായ ആഗ്രഹത്താൽ നല്ല നിയ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യണം, അത് ചെയ്യാൻ സാധിക്കണം എന്നാണ്. ഈ കാര്യങ്ങൾ റവാത്തിബ് സുന്നത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇതുപോലെ തന്നെ ഹദീസിൽ കാണാം, ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, അവനും അല്ലാഹു സ്വർഗ്ഗത്തിൽ ഒരു ഭവനം നിർമ്മിക്കും. അപ്പൊ എപ്പോഴെങ്കിലും എനിക്ക് ഒഴിവുണ്ടാകുമ്പോൾ നിസ്കരിക്കാന്നില്ല, എന്തെങ്കിലുമൊക്കെ ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ നമുക്ക് ഒഴിവാക്കാം, ഓക്കെ. അല്ലാത്ത സമയത്ത് അത് സുന്നത്തല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നിസ്സാരമായി കണ്ടു ഒഴിവാക്കേണ്ട ഒന്നല്ല. സുന്നത്ത് അല്ലെ, നമ്മുടെ പ്രവാചക സ്നേഹം നമ്മൾ തെളിയിക്കേണ്ടത് പ്രവാചകൻ പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണല്ലോ. അല്ലാതെ എനിക്ക് പ്രവാചകനെ ഭയങ്കര ഇഷ്ടമുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്താ, പ്രത്യേകിച്ച് നമ്മൾ ഈ 5 വക്ത് ഫർള് നമസ്കാരത്തിന് അതല്ലാതെ വേറൊന്നും ചെയ്യുന്നില്ലെങ്കിൽ, റമദാനിലെ നോമ്പല്ലാതെ വേറൊന്നും ചെയ്യുന്നില്ലെങ്കിൽ, നിർബന്ധമാക്കിയ സക്കാത്തല്ലാതെ നമ്മളൊന്നും ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ എനിക്കെന്ത് പ്രവാചക സ്നേഹമാണ് കൂട്ടരെ ഉള്ളത്? ഇല്ലല്ലോ. പ്രവാചകൻ പഠിപ്പിച്ച പ്രത്യേകമായിട്ട് പറഞ്ഞതൊന്നും ഞാൻ ചെയ്യുന്നില്ല, കേട്ടങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ പ്രവാചകനെ സ്നേഹിക്കുന്നില്ല എന്നാണ്. നമ്മൾ ബാക്കിയുള്ള ആളുകളൊക്കെ ഇങ്ങനെ കുറ്റപ്പെടുത്തുമ്പോ അതൊന്നും ശരിയായ പ്രവാചക സ്നേഹം അല്ല എന്ന് പറയുമ്പോ, നമ്മൾ യഥാർത്ഥ പ്രവാചക സ്നേഹം ചെയ്യേണ്ടത് ഇങ്ങനെ പഠിപ്പിക്കപ്പെട്ട റവാത്തിബ് സുന്നത്തുകളും സുന്നത്ത് നോമ്പുകളും ദിക്റുകളും ഇതൊക്കെ ചെയ്തും ചൊല്ലിയും അനുവർത്തിച്ചും അനുഷ്ഠിച്ചും പ്രവാചകനെ പിന്തുടരുന്നതിലാണ്. അത് നമുക്കാർക്കും സംശയമില്ല, അങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോ റവാത്തിബ് സുന്നത്തുകൾ പതിവാക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. വലിയ പ്രതിഫലമാണ് നമ്മളെ കാത്തിരിക്കുന്നത്. മറ്റൊരു ഹദീസിൽ എണ്ണിയ 3 കാര്യങ്ങൾ ഇങ്ങനെയാണ്. അതിലൊന്ന് തർക്കം ഒഴിവാക്കുക, 2 കളവ് പറയാതിരിക്കുക, 3 സൽസ്വഭാവിയാവുക. ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സ്വർഗ്ഗത്തിലെ 3 തലങ്ങൾ അല്ലെങ്കിൽ 3 ഇടങ്ങളിൽ അവർക്ക് വീടുകളുണ്ട്. ഒന്നാമതായി പറയും അബി ഉമാമ ഖാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന സഈമുൻ ബിബൈത്തിൻ ഫീ റബത്തിൽ ജന്ന ലിമൻ തറക്കൽ മിറാഅ വഇൻ കാന മുഹിഖൻ. തന്റെ ഭാഗത്താണ് ശരിയെങ്കിൽ പോലും, എന്റെ ഭാഗത്താണ് ശരി, 100% ശരിയാണ്, പക്ഷെ തർക്കം ഒഴിവാക്കുക ഒരാൾ, അല്ലെ, ഞാൻ തർക്കിക്കാനില്ല, ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ ചിലപ്പോൾ സമ്മതിക്കുമല്ലോ, അല്ലെ, ആയിക്കോട്ടെ ശരി. അതുപോലെ തന്നെ തർക്കത്തിൽ ഏർപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് എന്റെ ഭാഗത്താണ് ശരിയെങ്കിൽ പോലും തർക്കത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരാൾക്ക് സ്വർഗത്തിന്റെ താഴ്ഭാഗത്ത് ഒരു വീടുണ്ട് എന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. രണ്ടാമതായിട്ട് പറഞ്ഞ ആർക്കറിയോ, വബൈതൻ ഫീ വസത്തിൽ ജന്ന ലിമൻ തറക്കൽ കദിബ വഇൻ കാന മാസിഹൻ. തമാശക്ക് വേണ്ടി പോലും കളവ് പറയാത്ത ഒരാൾക്ക്, തമാശക്ക് വേണ്ടി പോലും കളവ് പറയാത്ത ഒരാൾക്ക് സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് ഒരു വീടൊരുക്കാം, വീട് നൽകാം എന്ന്, അല്ലെ, അതിന് ഞാൻ ജാമ്യം നിൽക്കുന്നു, ഞാൻ ഉറപ്പ് നൽകുന്നു പ്രവാചകൻ പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 3-ാമത്തെ സ്ഥാനം വീട് എവിടെ, ആർക്കാ പറഞ്ഞത് അറിയോ, വബിബൈത്തിൻ ഫീ അഅലൽ ജന്നതി ലിമൻ ഹസന ഖുലുഖഹു. ഒരാൾ സ്വഭാവം നന്നാക്കിയാൽ, അല്ലെ, സ്വഭാവം പെരുമാറ്റം നന്നാക്കിയാൽ സ്വർഗത്തിന്റെ ഉന്നതമായ സ്ഥാനത്ത് അവന് ഞാൻ വീട് വാഗ്ദാനം ചെയ്യുന്നു, ഉറപ്പ് നൽകുന്നു. റസൂൽ അതിന് ജാമ്യം നിൽക്കാം എന്നേറ്റ 3 വിഭാഗം ആളുകളാണ് പ്രിയപ്പെട്ടവരെ. 1 തർക്കം ഒഴിവാക്കുക, എന്റെ അടുത്താണ് ശരി, ഒക്കെ എനിക്കറിയാം, എല്ലാ തെളിവുണ്ട്, പക്ഷെ തർക്കിക്കാൻ ഞാനില്ല, തർക്കം ഒഴിവാക്കുക, പരമാവധി തർക്കത്തിൽ നിന്ന് മാറി നിൽക്കുക. 2 കളവ് തമാശക്ക് വേണ്ടി പോലും പറയാതിരിക്കുക. 3-ാമത് എന്റെ സ്വഭാവം പെരുമാറ്റം നന്നാക്കുക. ഇവർക്കൊക്കെ പ്രതിഫലമായിട്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് ഇത് ഉറപ്പ് ഏതെങ്കിലും ഒരു സന്ദർഭത്തിലല്ല കേട്ടോ, ജീവിതത്തിന്റെ മുഖമുദ്രയായി ഈ 3 എണ്ണം കൊണ്ടു നടന്നാൽ സ്വർഗത്തിൽ ഒരു ഭവനം ഇവർക്കുമുണ്ട് എന്ന് കളവ് പറയാത്ത പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറപ്പ് നൽകുന്ന കൂട്ടരെ. ഖുർആന്റെയും ഹദീസിന്റെയും വെളിച്ചത്തിൽ ഒരുപാട് വിഭാഗം വ്യത്യസ്ത തലങ്ങൾ നമ്മൾ മനസ്സിലാക്കി. അതൊക്കെ വിശ്വാസികളുടെ ഗുണമായിട്ടുണ്ടാവേണ്ടതാണ്. മുൻഗാമികൾ അതിൽ മാതൃക കാണിച്ചവരാണ്. അവരെ പിന്തുടരുന്ന ആളുകൾ, വിശ്വാസികൾ എന്ന നിലയിൽ ഈ ക്വാളിറ്റികളൊക്കെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ വിശ്വാസിയുടെ മുസ്ലിമിന്റെ ഐഡന്റിറ്റി ആയിക്കൊണ്ട് തന്നെ സൂക്ഷിച്ചുകൊണ്ട് ആ വലിയ സമ്മാനം
സ്വർഗത്തിലെ ഭവനവും സ്വർഗത്തിലെ റൂമുകളും അല്ലേ, കണ്ണഞ്ചിപ്പിക്കുന്ന മണിമേടകളും മണിമാളികകളും ഒക്കെ സ്വപ്നം കണ്ടുകൊണ്ട് ആവേശത്തോടെ ഇഷ്ടത്തോടെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനും അതിൽ ശ്രദ്ധയുള്ളവരാകാനും ആവോളം നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു നമ്മയെല്ലാം അതിന് സഹായിക്കുമാറാകട്ടെ. റബ്ബേ, നീ ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഞങ്ങളെയെല്ലാം നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ലോകത്ത് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒട്ടേറെ ആളുകളുണ്ട്. അവരുടെ എല്ലാ പ്രയാസങ്ങളും നീ ദൂരീകരിക്കണമേ തമ്പുരാനെ. ഞങ്ങൾക്കിടയിൽ പ്രയാസപ്പെടുന്ന ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, അയൽവാസികൾ, ഗുരുജനങ്ങൾ, ഞങ്ങളുടെ കൂട്ടുകാർ, റബ്ബേ, അവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളും, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർ, സമ്പത്തില്ലാത്തത് കൊണ്ട് പ്രയാസപ്പെടുന്നവർ, എല്ലാ തരത്തിലുള്ള പ്രയാസങ്ങൾക്കും നീ എത്രയും വേഗം പരിഹാരവും മോചനവും നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. മാരകമായ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർ, അവരുടെ വേദനയിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും അവർക്ക് നീ പരിഹാരം നൽകി, രോഗശമനം നൽകി, വേഗത്തിലുള്ള ശമനം, ശിഫാഉൻ ആജില പ്രദാനം ചെയ്ത് അവരെ സഹായിക്കണമേ തമ്പുരാനെ. ജോലി നഷ്ടം കൊണ്ടും കൂലി നഷ്ടം കൊണ്ടുമൊക്കെ കഷ്ടനഷ്ടതകൾ അനുഭവിക്കുന്നവർ ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ ബന്ധങ്ങളിൽ റബ്ബേ, അവർക്കെല്ലാം നീ അതിനുള്ള പരിഹാരവും വളരെ പെട്ടെന്നുള്ള പരിഹാരം നൽകി അവരുടെ പ്രയാസത്തിൽ നിന്ന് അവരെ നീ രക്ഷപ്പെടുത്തണമേ തമ്പുരാനെ. അമേരിക്കയിൽ പ്രയാസപ്പെടുന്ന ആളുകൾ അല്ലേ, നമ്മൾ അതിലൊരിക്കലും സന്തോഷിക്കേണ്ട ഒരാവശ്യവുമില്ല. കാരണം അതൊരു ശിക്ഷയാണോ എന്നൊന്നും നമുക്കറിയൂല, വഹയില്ല, അതൊരു പരീക്ഷണമായേക്കാം. അതിലും അല്ലേ ഫലസ്തീനൊക്കെ ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. പക്ഷെ ആ ഫലസ്തീനിന് വേണ്ടിയിട്ടും അവിടെ മുദ്രാവാക്യം വിളിച്ച നൂറുകണക്കിന് ആളുകളുണ്ട് ഫലസ്തീനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്. അപ്പൊ നല്ല മനുഷ്യരുമൊക്കെ ആ കൂട്ടത്തിലുണ്ട്. അവരുടെ പ്രയാസവും അള്ളാഹു അവർക്ക് നീക്കി കൊടുക്കുമാറാകട്ടെ. ആ രൂപത്തിൽ അല്ലെ ഫലസ്തീനിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരു സമാധാനത്തിന്റെ വാർത്തയാണ്. വെടിനിർത്തലിന് വെടിനിർത്തലിലേക്ക് അല്ലെ ശാന്തതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഫലസ്തീൻ നമുക്ക് അല്പം ആശ്വാസം നൽകിയിട്ടുണ്ട്. അവർക്ക് അതിലേറെ ആശ്വാസമാണ് പടച്ചോനെ. അവരുടെ ആ ആശ്വാസവും ആ സമാധാനവും നീ ഫലസ്തീനിൽ ഗസയിലൊക്കെ നിലനിർത്തി കൊടുക്കണമേ തമ്പുരാനെ. പടച്ചോനെ, ഞങ്ങൾക്ക് മാരകമായ അസുഖങ്ങളൊന്നുമില്ലാതെ, വലിയ പ്രയാസങ്ങളില്ലാതെ ഞങ്ങളെയും നീ കാത്തുരക്ഷിക്കണമേ തമ്പുരാനെ. മാരകമായ അസുഖങ്ങളിൽ നിന്നും പെട്ടെന്നുണ്ടാകുന്ന അപകട മരണങ്ങളിൽ നിന്നൊക്കെ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഉ മിൻകും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ വവാലിദൈനാ മിനൻ നാർ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുൻ واجعلنا للمتقين إماما. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. آمين آمين وبرحمتك يا أرحم الراحمين.